ജന്മനിദാനത്തിന് രേണുക്കളും ജന്മം കൊണ്ടു. പക്ഷേ ചലനമില്ലാത്ത രേണുവിൽ, ചലനമില്ലാത്ത പ്രപഞ്ചത്തിൽ ജീവന്റെ രേണുക്കൾ സൃഷ്ടിക്ക് മാത്രമാകാതെ നിശ്ചലമായി നിന്നു. ഭൂമിദേവിയും പ്രപഞ്ചവും കണ്ണീർ വാർത്തു. അവർ മഹാദേവനെ തപം ചെയ്തു. ആകർഷണങ്ങൾ ഏതുമില്ലാതെ നിശ്ചലമായ പ്രകൃതിയെ ചലിപ്പിക്കുവാൻ ഭഗവാൻ ഭാവരാഗ താളം മേളങ്ങളെ തന്റെ ജീവചലനങ്ങളിലൂടെ ജനിപ്പിച്ചു. തന്റെ രേണുവിൽ നിന്നും നാരീസങ്കല്പം ഭഗവാൻ സൃഷ്ടിതമാക്കി. പ്രപഞ്ചം പഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ മുഖരിതമായി. പരാശക്തി ഭാവത്തിൽ തന്റെ നേരുടലിനെ പകത്തെടുത്ത ഭഗവാൻ സർവചരാചരങ്ങളിലും ജീവന്റെ തരളിത തരംഗമേള രാഗങ്ങൾ ലയിപ്പിക്കുവാനായി താണ്ഡവ ചലനങ്ങളാൽ സർവ്വരേണുക്കളെയും ചലനാത്മകമാക്കി. ആ ദ്രുതതാള ചലനങ്ങളിലൂടെ ഓങ്കാരാഘോഷങ്ങൾ ഉണ്ടായി. നിഗൂഢവുമായ രേണുക്കൾ സംഗമിച്ചു. ജനിമൃതികൾക്കുള്ളിലെ കടവേഷങ്ങളായ ജീവന്റെ ആദ്യ ചലനം പ്രപഞ്ചതാളം, പ്രപഞ്ച ശബ്ദം, പ്രപഞ്ച ജീവനതാളം, അർദ്ധനാരീശ്വര സംഗമം, പ്രചണ്ഡ താണ്ഡവം. നരനും നാരിയും ജീവിതത്തിന്റെ നാരായ വേരുകളെന്ന ഉത്തമ തത്വബോധമുണർത്തുന്ന അർദ്ധനാരീശ്വര താണ്ഡവം, പ്രചണ്ഡ താണ്ഡവം. गगनचर प्रवाह पावितस्तरे कलेवलं व्यलम्बिताम्बुजं कृतं कपालिकामट्टमट्टमट्टमन्निनादमट्टमर्वयुच्चकारचण्डताण्डवं तनोतु न शिव